നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓടാൻ തയ്യാറില്ലാത്ത 3 പേരെ വെച്ച് ഒരു ടീം ഇറങ്ങിയാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു പോകാനാണ്? ചോദ്യം വിറ്റീഞ്ഞയുടേതാണ്. PSG പോർച്ചുഗീസ് സൂപ്പർ താരം വിറ്റീഞ്ഞ ചാനൽ 11 നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. ആരാ ഈ 3 പേരെന്നറിയോ? മെസ്സി, നെയ്മർ, എംബാപ്പെ. നമ്മൾ MNM എന്ന് വിളിച്ച് വാഴ്ത്തിയിരുന്ന ആ ഒരു ത്രയം. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയില്ല. പലരും പറയാറില്ലേ, വലതു ഭാഗത്ത് മെസ്സി, ഇടതു ഭാഗത്ത് നെയ്മർ, നടുവിൽ എംബാപ്പെ, അല്ലേ? അന്നത്തെ പ്രയോഗം. പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ഇവർ 3 പേരും റൺ ചെയ്ത് ഡിഫൻസിനെ സഹായിക്കാനൊന്നും തയ്യാറാവാതിരുന്നാൽ പിന്നെ എങ്ങനെ സക്സസ്ഫുൾ ആവാനാണെന്ന ചോദ്യം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ചാനൽ 11 അത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും അവരോടൊപ്പം ലോക്കർ റൂമിൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രിവിലേജ് തന്നെയാണ്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുമുണ്ട്. തീർച്ചയായിട്ടും അവർ എക്സെപ്ഷണൽ പ്ലെയേഴ്സാണ്, എക്സ്ട്രാ ഓർഡിനറി പ്ലെയേഴ്സാണ്. ദേ ആർ സ്റ്റാർസ്. അവർ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരുമാണ്. പക്ഷേ മോഡേൺ ഫുട്ബോളിൽ ഇത് ടീമിന് എപ്പോഴും നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അത്തരത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ. ഓരോ ടീമുകളും എതിരാളികൾക്ക് എങ്ങനെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കാമെന്ന് പ്ലാൻ ചെയ്താണ് വരുന്നത്. മോഡേൺ ഫുട്ബോളിൽ അത് ഇൻക്രീസിംഗ്ലി കോമ്പറ്റിറ്റീവാണ്. അപ്പോൾ റെലഗേഷന് ഫൈറ്റ് ചെയ്യുന്ന ടീമിന് പോലും എങ്ങനെ അവർക്ക് ഓർഗനൈസ് ചെയ്യാം, ഓപ്പണൻസിനെ ഡിഫിക്കൽട്ടാക്കാം എന്ന് അവർക്കറിയാം. അപ്പോൾ അതാണ് ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കിയത്. മോഡേൺ ഫുട്ബോളിൽ വേണ്ടവിധത്തിൽ റൺ ചെയ്യാത്ത 1, 2, 3 താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കളി ജയിക്കുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതേസമയം ഇപ്പോഴത്തെ PSG ടീമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, PSG വിങ്ങേഴ്സ് നല്ല രൂപത്തിൽ ഫുൾ ബാക്സിനോടൊപ്പം ചേർന്നുകൊണ്ട് എതിരാളികളുടെ അറ്റാക്കിനെ തകർക്കുന്നുണ്ട്. അതുപോലെ അറ്റാക്കിന് സഹായിക്കാൻ ഫുൾ ബാക്സും വരുന്നുണ്ട്. പിന്നെ ഒസ്മാനും അതുപോലെ തന്നെ ഗോൺസാലോ റാമോസും ഒക്കെ കൃത്യമായിട്ട് ഡിഫൻസിനെ സഹായിക്കാൻ വേണ്ടി എത്തുന്നു. അവരാണ് നല്ല രൂപത്തിൽ കാര്യങ്ങൾ പ്രസ് ചെയ്യുന്നത്, ഹൈ പ്രസ്സിങ് നടത്താൻ സഹായിക്കുന്നത്. സോ ഇതൊക്കെ ടീമിനുണ്ടാക്കിയ മാറ്റമാണ്. ഇവർ പോയപ്പോൾ ഉണ്ടായ മാറ്റമാണ്. അത് ടീമിന് ഗുണം ചെയ്തു എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് വിറ്റീഞ്ഞ് പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ മെസ്സി, നെയ്മർ, എംബാപ്പെ 3 പേരും ഒരുമിച്ചൊരു ടീമിൽ കളിക്കുന്നത് വലിയ രൂപത്തിൽ ആരാധകരെ ആകർഷിച്ചേക്കും. പക്ഷേ അതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആയിരുന്നില്ല. അത് വിജയത്തിലെത്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മോഡേൺ ഫുട്ബോളിൻ്റെ ഡൈനാമിക്സ് വെച്ച് അങ്ങനെ 3 പേരെ ഒരേ ടീമിൽ കളിപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നതിൻ്റെ കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തമാണ് അന്നത്തെ PSG എന്നാണ് ഇന്ന് വിറ്റീഞ്ഞ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.